നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ എന്തൊക്കെയോ ചില നഷ്ടങ്ങൾ സംഭവിച്ചതിൻ്റെ പേരിൽ ഒരു നിരാശയിൽ, ആലോചനയിൽ, സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ജോലി, വീട്, ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ, അതേപോലെ തന്നെ എന്തെങ്കിലും അവസരങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു നഷ്ടം അത് നിങ്ങൾക്ക് സംഭവിക്കേണ്ടത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചത് നിങ്ങൾ അർഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് നൽകാൻ വേണ്ടി പ്രപഞ്ചം തന്നെ അത്തരം നഷ്ടങ്ങൾ നിങ്ങൾക്ക് നൽകിയതാണെന്ന് തന്നെ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളിൽ പല ആളുകളും നഷ്ടപ്പെട്ടതിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും ധാരാളം അവസരങ്ങളും സത്യസന്ധമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള സന്തോഷങ്ങളെയും അവസരങ്ങളെയും ഒക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അവയെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മുറിവ് പതിയെ സുഖപ്പെടാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിപ്പോൾ ഏത് മേഖലയിലായാലും അവിടെ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ ഫലം കൂടുതൽ നന്നായിരിക്കുമെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ജോലി, പഠനം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിലായാലുമൊക്കെ അവിടെ നിങ്ങളുടെ കഴിവിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങളും അറിവും കഴിവുകളും ചേർന്നാൽ അത് വിജയത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ യാതൊരു മടിയും കൂടാതെ നിങ്ങൾ സ്വീകരിക്കുക. ഒരുപക്ഷെ അത് നിങ്ങളെ വലിയ മാറ്റത്തിലേക്ക് തന്നെ നയിച്ചേക്കാം എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സംരക്ഷണമായിട്ട് എപ്പോഴും നിങ്ങളോടൊപ്പം ഒരു ശക്തി നിലകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു അദൃശ്യ ശക്തിയുടെ സംരക്ഷണം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ, വേദനകളൊക്കെ അനുഭവിച്ചിട്ടും ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ ശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. അതിനാൽ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് സംരക്ഷണമുണ്ട് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളെയും ഇപ്പോൾ ചില നെഗറ്റീവ് എനർജി വളരെ ശക്തമായിട്ട് പിടികൂടിയിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങൾ അകപ്പെട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മോശം ശീലങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെട്ട് പോയിട്ടുണ്ടാവാം. അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടാവാം. ഇവിടെ അത്തരം കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും അതിൽ നിന്നും പുറത്ത് കടക്കണമെന്ന ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിട്ടും അതിന് കഴിയാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളിൽ പലർക്കും ഉള്ളത്. ഒരുപക്ഷെ ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തി അത്തരം സാഹചര്യത്തിൽ കുടുക്കിയിട്ടിരിക്കുന്നതാവാം. എന്തായാലും ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തീരുമാനിച്ചാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ വില സ്വയം തിരിച്ചറിയുക, നിങ്ങളുടെ ഉള്ളിലെ ഭയം കുറയ്ക്കുക. ഇതെനിക്ക് നല്ലതല്ല, ഇതിൽ നിന്നും എനിക്ക് എങ്ങനെയും പുറത്തേക്ക് വരണം എന്ന ശക്തമായിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്ന ആ ഒരു നിമിഷം മുതൽ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ സമയവും അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഏതോ ഒരു കാര്യത്തിലേക്ക് മാത്രം
കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് ജീവിതത്തിൽ ഒരു പുരോഗതി വന്ന് ചേരാൻ വേണ്ടി വളരെ ശാന്തമായിട്ട് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിലെ എന്തെങ്കിലും കഴിവുകളെയൊക്കെ വളർത്തി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാവാം, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും ശ്രമങ്ങളായിരിക്കാം. അപ്പോൾ അത് ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് നിങ്ങളതിൽ പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഭാവിയിലേക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ ഉറച്ച വിശ്വാസം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്ന, നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒക്കെ ഒരു ഘട്ടം കൂടിയാണിത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളുമൊക്കെ അവസാനിച്ച് ജീവിതത്തെ തുറന്ന മനസ്സോടെ യാതൊരു ഭയവുമില്ലാതെ സമീപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. കലാപരമായിട്ടുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. കൂടാതെ വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ, പ്രകാശം നിറഞ്ഞ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം ദുഷ്കരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ കുറച്ചു കാലമായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ പലർക്കും സാധ്യമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.